മുഅ്മിനീങ്ങളെ, മരണമാസന്നമായി കിടക്കുന്ന ഒരു വയോധികൻ തൻ്റെ 10 മക്കളെയും വിളിച്ച് ഉണങ്ങിയ ഓരോ കമ്പ് വീതം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. 10 പേരും ഓരോ കമ്പുമായി വന്നു. ഉടനെ ആ വയോധികൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ആ കമ്പ് ഒടിച്ചു കളയണമെന്ന്. പറഞ്ഞതുപോലെ സിമ്പിളായവൻ ഓരോരുത്തരും ആ കമ്പ് ഒടിച്ചു കളഞ്ഞു. ശേഷം വീണ്ടും ഓരോരുത്തരോടും ഓരോ കമ്പ് വീതം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവർ കൊണ്ടുവന്നു. വയോധികൻ അതെല്ലാം അവരിൽ നിന്ന് സ്വീകരിക്കുകയും അതെല്ലാം കൂട്ടി ഒരു കെട്ടാക്കി മാറ്റുകയും ചെയ്തു. എന്നിട്ട് ഓരോരുത്തരുടെയും കയ്യിൽ കൊടുത്തു, മാറി മാറി കൊടുത്ത് അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഒടിച്ചു കളയണമെന്ന്. പണിപ്പെട്ട് അവർ ശ്രമിച്ചിട്ടും നേരത്തെ നിഷ്പ്രയാസം പൊട്ടിച്ചു കളഞ്ഞ കമ്പുകളായിരുന്നു. പക്ഷെ അവർക്ക് ഒടിക്കാൻ കഴിഞ്ഞില്ല, പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. വയോധികൻ അവരോട് പറഞ്ഞു, ഞാൻ ഇനി ദിവസങ്ങൾ മാത്രം എണ്ണി കാത്തു നിൽക്കുകയാണ്. എന്റെ ജീവിതകാലത്ത് നിങ്ങൾ ഉണ്ടായിരുന്ന ഈ ഒരുമയെ പോലെ ഒരുമിച്ച് ഐക്യത്തോടെ നിങ്ങൾ നിന്നാൽ ഇപ്പോൾ നിങ്ങൾ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടും പൊട്ടാത്ത ഈ ഒറ്റക്കെട്ടായ ഈ വിറക് കെട്ടുകളെ പോലെ ഇരിക്കും. എന്നാൽ നിങ്ങൾ ഭിന്നിച്ചു നിന്നാൽ നിങ്ങൾ ഓരോരുത്തർക്കും നിഷ്പ്രയാസം പൊട്ടിച്ചു കളയാൻ കഴിയും എന്ന ഒരു പാഠം ഒരു വൃദ്ധൻ തൻ്റെ സായം സന്ധ്യയിൽ തൻ്റെ 10 മക്കൾക്ക് കൈമാറിയത് നമുക്ക് വലിയ പാഠമാണ്. എപ്പോഴും ഒരുമിച്ച് നിന്നാൽ നമുക്ക് വിജയമുണ്ടാവും. ഭിന്നിച്ചു നിന്നാൽ നമുക്ക് പരാജയമായിരിക്കും. ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഭിന്നിച്ചു നിന്നാൽ നമ്മെ മറ്റു പല ആളുകളും അടിച്ചമർത്തും. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നാം ഒരുമയോടെ വർദ്ധിക്കുകയും ഒരുമയിലായി ജീവിക്കാൻ തുനിയുകയും ചെയ്യണം. എവിടെയൊക്കെ നമുക്ക് ഒരുമിക്കാൻ കഴിയുന്നുവോ അവിടെയൊക്കെ നമ്മൾ ഒരുമിക്കണം. ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതൊരു വലിയ ബലമാണ്. അതുകൊണ്ടാണ് ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നത്. ഒരുമ എന്നത് വലിയ ഒരു സ്ട്രെങ്ത്, ഒരു സ്ട്രോങ് ആണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരുമയോടെ നിൽക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കും. നമ്മെ ആർക്കും തകർത്തു കളയാൻ കഴിയില്ല, നമ്മെ ആർക്കും തുരത്തി കളയാൻ കഴിയില്ല, നമ്മെ ആർക്കും പാടെ തുടച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ മുസ്ലിം എന്നും ഐക്യത്തോടെ ഒരുമയോടെ നിൽക്കേണ്ടവരാണ്. അല്ലാഹു ആ ഒരുമ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ആ ഒരുമക്ക് നേതൃത്വം നൽകേണ്ടത്. എന്തുകൊണ്ട്? അവന്റെ പ്രത്യയ ശാസ്ത്രം അവനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരുമയുടെ വാക്കുകളും പ്രവൃത്തികളുമാണ്. മുഅ്മിനായ മനുഷ്യരെല്ലാം വിശ്വസിക്കുന്നത് ഏകനായ അല്ലാഹ് പടച്ച തമ്പുരാനിലാണ്, അല്ലാഹുവിലാണ്. എല്ലാവരും വിശ്വസിക്കുന്നത് അല്ലാഹുവിലാണ്. ആ റബ്ബ് നമുക്ക് വേണ്ടി ഇറക്കിയ വിശുദ്ധ ഖുർആനാണ് എല്ലാവരും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ റബ്ബ്, ഒരേ വേദഗ്രന്ഥം. തീർന്നില്ല. നമ്മുടെ ആരാധനകൾക്ക് വേണ്ടി വിളിക്കപ്പെടുന്നത് ഒരേ വിളിയാളമാണ്, ബാങ്കാണ് എല്ലാവരും വിളിക്കുന്നത്. ആരും മറ്റൊരു ശബ്ദം കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടാൻ വിളിക്കപ്പെടുന്നില്ല. ഒരേ മുദ്രാവാക്യമാണ് നമ്മുടേത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വിളിയാളമാണ് നമ്മുടെ മുദ്രാവാക്യമായി നാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടാൽ അഭിവാദനം ചെയ്യുന്നത് വരെ ഒരേ കലിമത്താണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ്. മുഅ്മിനിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നാനാ തുറകളിലും ഈ ഒരു ഐക്യം അവനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ആരാധനകളും ആഘോഷങ്ങളും എല്ലാം ഒരു ഐക്യം, ഒരു ഒരുമ അതിൽ വിളിച്ചോതുന്നുണ്ട്. അതുകൊണ്ടാണ് ജുമാ നിസ്കാരത്തിന് വേണ്ടി നാട്ടിലെ മുഴുവൻ ആളുകളും ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. എല്ലാവരും ഒരിടത്ത്, എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരിടത്ത് ഒരുമിച്ച് കൂടണം എന്ന് ഇസ്ലാം നിഷ്കർഷിച്ചത്, ആവശ്യപ്പെട്ടത് ഒരു ഒരുമയെ വിളിച്ചോതാൻ വേണ്ടിയാണ്. എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയില്ല. അപ്പോ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടാൻ 5 വക്ത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പള്ളിയിൽ വെച്ച് തന്നെ ജമാഅത്തായി നിർവഹിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ശ്രേഷ്ഠത പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി
അള്ളാഹു സംവിധാനിച്ചു. അപ്പൊ നമ്മോട് ആവശ്യപ്പെട്ടാണ്, നിങ്ങൾ ഓരോ ദിവസവും 5 വക്ത് ഒരുമിച്ച് കൂടി നിങ്ങൾ ഒരുമയിലേക്ക് വരും, ഒന്നിക്കൂ എന്ന് പറയും. ചിലപ്പോൾ നാട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ജമാഅത്തിന് വേണ്ടി ഒന്നിച്ച് പള്ളിയിൽ വരുമ്പോ അടുത്ത സഫിൽ ഇരിക്കുമ്പോ തൊട്ടടുത്ത് ഇരിക്കേണ്ടി വരുന്ന നിർബന്ധിതമായിട്ടെങ്കിലും അവിടെ ഇരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോ അങ്ങനെയെങ്കിലും അലിഞ്ഞു ചേരുകയാണ് ആ ഒരു സമൂഹത്തിൽ, ആ ഒരു ഐക്യത്തിലേക്ക്. അപ്പൊ അതിന്റെ വലിയൊരു ഐക്യമാണ് വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. വാർഷികമായി കൊണ്ട് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഐക്യത്തിലേക്ക് വിളിച്ചുകൊണ്ടാണ് ഹജ്ജ് വിളംബരം ചെയ്യുന്നത്. പലവിധങ്ങളായ സംസ്കാരങ്ങൾ, പലവിധത്തിലുള്ള നിറങ്ങൾ, ഭാഷകൾ, ഇതൊക്കെ സംസാരിക്കുന്ന ആളുകൾ ഒരിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ കീഴിൽ ജീവിക്കുന്ന ആരൊക്കെയുണ്ട് ലോകത്ത്, അവരുടെയൊക്കെ പ്രതിനിധികളായിക്കൊണ്ട് പലരും അവിടെ എത്തിച്ചേരുകയാണ്. അപ്പൊ ഇസ്ലാം അതിന്റെ അന്തർധാരകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അതിന്റെ ഉൾക്കാമ്പിലൂടെ നാം പഠനം നടത്തുമ്പോൾ, ആരാധനകളും ആഘോഷങ്ങളും നിരന്തരം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഐക്യപ്പെടൂ, ഒന്നിക്കൂ എന്ന ഒരു സ്വരമാണ്. ആ ഒരു ഒന്നിച്ചുള്ള പ്രവർത്തനം, ഒറ്റക്കെട്ടായുള്ള കൂട്ടായ്മയോടെയുള്ള ഒരു പ്രവർത്തനം നമുക്കുണ്ടായാൽ വിജയിക്കാൻ നമുക്കത് കഴിയും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തെ വിളിച്ചോതിയത്. നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത് എന്ന് നമ്മോട് നിഷ്കർഷിച്ചത്. ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം യഥാവിധി നിങ്ങൾ അവനെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുത്. എന്നിട്ട് അല്ലാഹു പറയുന്നത് വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ പാശം അത് നിങ്ങൾ മുറുകെ പിടിക്കണം. പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് തന്ന ഒരു പാശം, ഒരു കയറുണ്ടെന്ന് മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ ആരും ഛിന്ന ഭിന്നമായി പോകരുത്. واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا. നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം നിങ്ങൾ ഒന്ന് എടുത്തു നോക്ക്. നിങ്ങൾ ഛിന്ന ഭിന്നമായിരുന്നു, നിങ്ങൾ കൂട്ടിയാൽ കൂടാത്ത വിഭാഗമായിരുന്നു. പിന്നീട് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി മാറി, ഇഖ്വാനുകളായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ, ഹബീബായ സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹബീബായ തങ്ങൾ വന്ന സമയത്ത് അവിടെ കാണാൻ കഴിഞ്ഞിരുന്ന സമൂഹം എന്തായിരുന്നു? വകാനൽ ഔസ് വൽ ഖസ്റജു അഖവൈനി ലിഅബി വ ഉമ്മിൻ. ഹബീബായ തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 വിഭാഗമാണ് ഔസ് ഖസ്റജ് എന്ന് പറയുന്ന വിഭാഗം. ഈ 2 വിഭാഗവും ഒരു ഉമ്മയുടെയും വാപ്പയുടെയും ഏകോദര സഹോദരങ്ങളായിരുന്നു. അവരെല്ലാവരും ഒരു വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുള്ളവരാണ്. പക്ഷേ പിന്നീട് അവർക്കിടയിൽ വിദ്വേഷം വളർന്നു, പകയുണ്ടായി, വൈര്യമുണ്ടായി. എത്ര വർഷത്തോളം? 1 2 വർഷമല്ല, 120 വർഷക്കാലമാണ് ആ പകയുണ്ടായിരുന്നത്. അങ്ങനെ കത്തി നിൽക്കുന്ന അവസരത്തിലാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തുന്നത്. മദീനയിലെത്തിയപ്പോൾ ഹബീബായ തങ്ങൾ ആദ്യമേ നിർവഹിച്ചത് കുലത്തിന്റെയും ജാതിയുടെയും തറവാടിത്ത മഹിമയുടെയും പേരിൽ അകന്നു നിന്നിരുന്നവരെ ഒന്നിപ്പിക്കാനാണ്. ആ ശ്രമത്തിൽ ആദ്യമായി ഹബീബായ തങ്ങൾ വിജയിച്ചടക്കിയത് ഔസ് ഖസ്റജ് ഗോത്രത്തിനിടയിലുള്ള പ്രശ്നങ്ങളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങൾ ഔസ് ഖസ്റജിന്റെ ഇടയിൽ നിലനിന്നിരുന്ന 120ഓളം വരുന്ന വർഷത്തെ വൈര്യവും വൈജാത്യവും അസ്പൃശ്യതയും മുഴുവനും ഇല്ലാതെയാക്കിക്കൊണ്ട് അവരെ ഇഖ്വാനുകളാക്കി ഖുർആൻ പറയുകയാണ്, നിങ്ങളെ ഞാൻ എന്ത് ആക്കി മാറ്റി? ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ, നിങ്ങളെ നാം ഇഖ്വാനുകളാക്കി മാറ്റി. ആരാരും കണ്ടാൽ അറുത്തു പോകുന്ന യുദ്ധക്കൊടിയന്മാരായിരുന്ന 2 വിഭാഗം ആളുകൾ, തങ്ങളുടെ നാൽക്കാലികൾ അന്യന്റെ പറമ്പിൽ പ്രവേശിച്ചതിന്റെ പേരിൽ മാത്രം യുദ്ധം ചെയ്തിരുന്നവർ.
അവരെ മുഴുവനും ഇഖ്വാനുകളായി ഒരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും മക്കളാണ് ഞങ്ങൾ എന്ന ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഇസ്ലാം. ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ ഒരുമിപ്പിക്കുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത ഏറ്റവും പ്രഥമ ഘട്ടത്തിലുള്ള പണി. ഒരുമിച്ചാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്ന സന്ദേശമാണ്. ഒരുമിപ്പിക്കുമ്പോഴാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാവുന്നത്, പടച്ച റബ്ബിന്റെ റിളയുണ്ടാകുന്നത്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറയുന്നു, ഇന്നല്ലാഹ യർളാ ലക്കും സലാസൻ, പടച്ച റബ്ബ് നിങ്ങൾക്ക് 3 കാര്യം തൃപ്തിപ്പെടുന്നു. വയസ്ഫതു ലക്കും സലാസ, 3 കാര്യങ്ങൾ അല്ലാഹു വെറുക്കുകയും ചെയ്യുന്നു. യർളാ ലക്കും അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ, ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നിങ്ങൾ അല്ലാഹു ആരാധിക്കുകയും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുക, മാറി നിൽക്കുകയും വേണം. രണ്ടാമത് നിങ്ങൾ അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കുന്നവരാവണം. നിങ്ങൾ ഒരിക്കലും ഛിന്ന ഭിന്നമായി പോകരുതെന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ തങ്ങൾ പറയാൻ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിച്ച് ഒത്തൊരുമയോടുകൂടെ നിൽക്കുന്നവരായി മുഅ്മിൻ ഉമ്മത്ത് മാറിയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാവും. പടച്ച റബ്ബിന്റെ തൃപ്തി ഉണ്ടായാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. SIR എന്ന പേരിൽ നിന്ന് നമ്മൾ ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ അതിന്റെ ഉള്ളറകളിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ ആളുകളായി ഇവിടെ ജീവിച്ചു വളർന്ന ജനിച്ചവരായി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിരുന്നവർ നമ്മുടെ പിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാർ, അവരുടെ മക്കളായി ജനിച്ചു വീണ നമ്മിൽ പലരെയും ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലാതെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നിഗൂഢമായ പരിശ്രമമാണ് അതിന്റെ അകത്തളങ്ങളിൽ നടക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ നിരന്തരം നമുക്കെതിരെയുള്ള ഒളിയമ്പുകൾ എഴുതുകൊണ്ടിരിക്കുമ്പോ നമുക്കവിടെ വിജയിക്കാനുള്ള മാർഗം നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കലാണ്. അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് ഐക്യത്തോടെ ജീവിക്കാനുള്ള നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റിള നിങ്ങൾക്ക് വേണോ, തൃപ്തി വേണോ, നിങ്ങൾ എന്തു ചെയ്യണം? ആ റിള നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഐക്യപ്പെടണം. തീർന്നില്ല, നബി തങ്ങൾ പറയാ, ഫഅലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കാൻ മുതിരണം. ഫഇന്ന യദല്ലാഹി അലൽ ജമാഅ, അങ്ങനെ ഒത്തൊരുമയോടുകൂടെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഇന്ന യദല്ലാഹി അലൽ ജമാഅ, അപ്പോൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സഹായമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഫോം ഫില്ലപ്പ് ചെയ്തു എന്ന് വിചാരിച്ച് ഒക്കെ ക്ലിയറായി എന്നൊന്നും വിചാരിച്ചാൽ നിൽക്കേണ്ടതില്ല. തീരുമാനം എടുക്കുന്നവർക്ക് എന്തും തീരുമാനം എടുക്കാമല്ലോ, ചതിക്കേണ്ടവർക്ക് എങ്ങനെയും ചതിക്കാമല്ലോ. ഇപ്പൊ വോട്ടർ പട്ടികയുടെ ലിസ്റ്റുകളൊക്കെ പുറത്ത് വന്നപ്പോ ചില വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? കഴിഞ്ഞ വോട്ട് ചെയ്തവർ, ഈ തൊട്ടടുത്ത് വോട്ട് ചെയ്തവർക്ക് പോലും വോട്ടില്ല, മത്സരിക്കുന്നവർക്ക് പോലും, സ്ഥാനാർത്ഥികൾക്ക് പോലും വോട്ടില്ലാത്ത പലയിടങ്ങളിലെയും അവസ്ഥകൾ നമ്മൾ വായിച്ചു. ഇവിടെയൊക്കെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? അല്ലാഹുവിന്റെ സഹായമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ അവലംബം അല്ലാഹുവാണ്. ആ പടച്ച റബ്ബിലേക്കാണ് നമ്മുടെ കൈകൾ ഉയരേണ്ടത്. ആ റബ്ബിന്റെ സഹായം നമുക്ക് വേണോ? അല്ലാഹു തആല പറയുന്നു, ഫഅലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഫഇന്ന യദല്ലാഹി അലൽ ജമാഅ, ഒരുമിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറിയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടെന്ന് മുഹമ്മദുൽ മുസ്തഫ. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനിനു അനുവർത്തിക്കേണ്ട മാർഗനിർദ്ദേശം ഇവിടങ്ങൾ നൽകുന്നത്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ തന്റെ സഹോദരന് മറ്റൊരു മുഅ്മിനിന് ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅദുഹു ബഅദാ, ഓരോ മുഅ്മിനും മറ്റൊരു മുഅ്മിനിന് ശക്തി പകരണം.
ഒരു കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഓരോ ഇഷ്ടികയും ഓരോ കല്ലും മറ്റൊരു കല്ലിന് ബലം നൽകുന്നത് പോലെ ഓരോ മുഅ്മിനും മറ്റൊരു മനുഷ്യനുള്ള സ്റ്റെപ്പിനെയായിക്കൊണ്ട് നല്ല കെട്ടുറപ്പ് നൽകണം. ഈ ഹദീസ് പറഞ്ഞിട്ട് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അവിടുത്തെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഒരു ഗ്യാപ്പും ഇല്ലാത്ത വിധത്തിൽ ചേർത്ത് പിടിച്ചിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, ഇതുപോലെ ആയിരിക്കണം മുഅ്മിൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് അവൻ അനുവർത്തിക്കേണ്ടത്. ഒരു ബുന്യാൻ ഒരു കെട്ടിടം പോലെയാണ്, എല്ലാവിധ ശക്തിയും പകരേണ്ടവനാണെന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ മറ്റൊരു മുഅ്മിനായ മനുഷ്യന് നല്ല സ്ട്രോങ് കൊടുക്കാൻ നമ്മുടെ കയ്യിലുള്ള ഒരു ആയുധം അവനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരും നമുക്ക് ഒന്നിക്കാൻ കഴിയുന്ന ഇടങ്ങൾ എവിടെയുണ്ടോ അവിടെ ഒന്നിക്കണം. ഒന്നിക്കാൻ കഴിയുന്ന തലങ്ങൾ എവിടെയുണ്ടോ അവിടെ ഒന്നിക്കണം. അപ്പോഴേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു നമ്മുടെ വിജയികളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഭിന്നിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തില്ല. നമ്മുടെ ഒരു സംസാരം കൊണ്ട്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട്, നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് ഭിന്നിപ്പല്ല ഉണ്ടാക്കേണ്ടത്. ഒന്നിക്കാൻ എങ്ങനെ കഴിയും എന്നിടത്തേക്കാണ്. അതാണ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ അതാണ് നടത്തിയത്. അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു തീരുമാനം പോലും തിരുത്തിയത് മുഅ്മിനായവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകരുതെന്ന് വെച്ചാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയായ ബീവി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹയ്ക്ക് മേൽ ഒരു ആരോപണം കൊണ്ടുവന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു ആരോപണം വന്നു. വലിയ ആരോപണം നടത്തിയതാരാണ്? ഖസറജ് ഗോത്രക്കാരനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂലാണ്. മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണം കൊണ്ടുവരുന്നു. പല ലഈഫായ ഈമാനുള്ള മുഅ്മിനീങ്ങളും അതിൽ പെട്ടുപോയി. ചരിത്രം വിശാലമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആയത്തിറക്കി. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിഞ്ഞു. ആ സന്ദർഭത്തിൽ ഹബീബായ തങ്ങൾ സഹാബത്തിനിടയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മയ്യഅ്ദുറുനി ഫീ റജുലിൻ വസല അദാഹു ഇലാ അഹ്ലി. എന്നെ പടിചാരിയ, എന്നെ കരിവാരിത്തേക്കാൻ മുതിർന്ന, എന്റെ കുടുംബത്തിൽ പ്രയാസമുണ്ടാക്കിയ ആൾക്കെതിരെ ആരാണ് എന്നെ സഹായിക്കുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ആരോപണം ഒന്നുമില്ലാതെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചപ്പോൾ അല്ലാഹു തആല തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് അതിന് തീർപ്പ് കൽപ്പിച്ചു പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നേതൃത്വം കൊടുത്ത ഉബൈ ഇബ്നു സലൂലിനെതിരെ എന്നെ സഹായിക്കാൻ നിങ്ങളുടെ പക്ഷത്ത് ആരുണ്ട്, അവനെതിരെ ഒരു തീരുമാനം എടുക്കണം, നടപടി എടുക്കണം. ഉടനെ തന്നെ ഔസ് ഗോത്രത്തിന്റെ തലവനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുന്നേറ്റിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഇൻ കാന മിന്നാ മഅശറൽ ഔസ് ഖതൽനാഹു നബിയേ. ഈ ആരോപണം ഉന്നയിച്ചവൻ ഞങ്ങളുടെ നാട്ടുകാരനോ ഞങ്ങളുടെ കുടുംബക്കാരനോ ആണെങ്കിൽ, അഥവാ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ അവന്റെ തല ഞങ്ങൾ ഛേദിച്ചു കളയാം നബിയേ. വഇൻ കാന മിൻ യഖ്വാനിൽ ഖസറജി, ഖസറജ് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ അമർതനാ ബിഖത്ലിഹി, അങ്ങ് പെർമിഷൻ തന്നാൽ ഞങ്ങൾ കൊന്നുകളയാം. സഹാബത്തൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഹബീബായ തങ്ങൾ ചോദിക്കുന്നത്. ഉടനെ തന്നെ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളല്ല, അദ്ദേഹം ഖസറജ് ഗോത്രക്കാരനാണ്. അപ്പൊ ഖസറജ് ഗോത്രത്തിന്റെ തലവനായ മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുന്നേറ്റിട്ട് ഔസ് ഗോത്രത്തിൽ നിന്ന് പ്രതികരിച്ച മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. അവിടെന്ന് പറഞ്ഞു, നിങ്ങൾ കൊന്നു കളയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് തന്നെ കൈകരുത്തുണ്ട്, ഞങ്ങൾ അതിൽ തീരുമാനമെടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിക്കൊണ്ട് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു തങ്ങളെ അതാ ഔസ് ഗോത്രത്തിന്റെ ആളുകൾ പിന്നീട് സംസാരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്കാണ് ഇത് പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട, നമുക്ക് ഒരു വിധത്തിലുള്ള തീരുമാനം ഇവിടെ എടുക്കേണ്ടതില്ല. ഞാൻ ഈ പ്രശ്നത്തിന് തിരികൊളുത്തിയ ഇത്രമാത്രം വലിയ ഭീകരമായ പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അവനെ ഞാൻ വെറുതെ വിടുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പ്രശ്നം? അവിടെ തീരുമാനം എടുത്താൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് 2 ഗോത്രക്കാരും വന്നു. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അനൈക്യമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അത്രത്തോളം കാത്തു സൂക്ഷിച്ച അനൈക്യമായ കാര്യങ്ങൾ ഉണ്ടാവും എന്നറിഞ്ഞപ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്നു. വേണ്ട, ഒരു പ്രശ്നം വേണ്ട, അങ്ങനെയായിരിക്കാം. അതാണ് മഹാന്മാരായ സ്വഹാബത്തും പിന്തുടർന്നത്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെയും കാലം കഴിഞ്ഞു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ അധികാരമേറ്റു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് മുസ്ലിം സമുദായത്തിനിടയിൽ ചില അനൈക്യങ്ങൾ രൂപപ്പെട്ടത്. അങ്ങനെ ഉണ്ടായിരുന്ന ചില ഇഖ്തിലാഫുകൾ, ചില ഭിന്നമായ അഭിപ്രായങ്ങൾ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ കൊല ചെയ്യുന്നതിലേക്ക് വരെ എത്തി. അവസാനം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊന്നുകളഞ്ഞു. തങ്ങൾ അവർകൾ വെട്ടേറ്റ് വീണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട് ആ അവസരത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ മഹാനവർകൾ പറയാണ്, അവസാനമായി കൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞ ചില ഉപദേശങ്ങളുണ്ട്. അതിൽ ആദ്യമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നത്, അല്ലാഹുമ്മ ജമഅ ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ രക്തത്തിൽ കുളിച്ചിങ്ങനെ കിടക്കുകയാണ്, മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അല്ലാഹുവോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ജമഅ ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ നീ ഒന്നിപ്പിക്കണേ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഉമ്മത്ത് യോജിക്കണം, ഈ ഉമ്മത്ത് ഒറ്റക്കെട്ടാവണം. ഒറ്റക്കെട്ടായി മുന്നേറിയാൽ മാത്രമേ ഈ ഉമ്മത്തിന് വിജയം ഉണ്ടാവുകയുള്ളൂ. അതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും കിറാമും താബിഈങ്ങളും എല്ലാവരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പാഠം. അതുകൊണ്ട് ഒരുമയോടുകൂടെ നമ്മൾ മുന്നേറണം. അഹ്ലു ജമാഅത്തിന്റെ കീഴിൽ എല്ലാവരും ഒന്നിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഒരുമ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം അത് അനാവശ്യമായ തർക്കങ്ങളാണ്. അനാവശ്യമായ തർക്കങ്ങൾ, ആ വിതർക്കങ്ങളിൽ ഏർപ്പെട്ടാൽ പിന്നെയും നമ്മൾ ഭിന്നിച്ചു പോകും. ആ തർക്കങ്ങൾ ഒഴിവാക്കണം. അതാണ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ വല്ല ഖൗമുൻ ബഅദ ഹുദൻ കാനു അലൈഹി ലാഉതുൽ ജദൽ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വേണ്ടാത്ത തർക്കങ്ങൾ കൊണ്ടുവന്നതാണ് സന്മാർഗം സിദ്ധിച്ചതിന് ശേഷവും ജനങ്ങൾ വഴികേടിലാവാൻ കാരണമെന്ന് മുഹമ്മദുൽ മുസ്തഫ. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വെറുതെ കുതർക്കങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അവരുടെ മുന്നിൽ ചിന്തിരിക്കാൻ പോലും പാടില്ല. സിംഹത്തിൽ നിന്ന് ഓടിയൊളിക്കുന്നത് പോലെ തർക്കങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നിന്ന് ഓടിയൊളിക്കണേ എന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് സ്വഹാബത്തെ കിറാം പറയുകയാണ്, താബിഈങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, തർക്ക വിതർക്കങ്ങൾ അതൊരിക്കലും തന്നെ നന്മയിലേക്ക് നയിക്കുകയില്ല. തർക്കങ്ങൾ ഒഴിവാക്കണം. നമുക്ക് തർക്കിക്കാൻ വകയുണ്ടായാലും ഒഴിവാക്കി കൊടുക്കണം. അതാണ് വേണ്ടത്. അതാണ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അവിടുന്ന് പറയാണ്, അന സഈബുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ താഴ്വാരത്ത് ഒരു കൊട്ടാരം ഞാൻ പണിയുന്നതാണ്. ഞാൻ വാക്ക് കൊടുക്കുകയാണ്. ആർക്കാ ഞാൻ വാക്ക് കൊടുക്കുന്നത്? ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിക്കൻ. തർക്കിക്കാൻ വകയുണ്ടായിട്ടും ആ തർക്കത്തിൽ ഏർപ്പെടാതെ നല്ലവനായി ജീവിച്ച മനുഷ്യന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഞാൻ ഒരു കൊട്ടാരം തരാമെന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തർക്കങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ സംസാരങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് കഴിഞ്ഞു, അതിന്റെ കാലം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി ഇനി ഒന്നിക്കുക. എല്ലാവരും കണ്ടാൽ സലാം പറയുന്നവരായി മാറും.
ഹബീബായ തങ്ങൾ പറയാണ്, ലാ തബാഗദൂ, നിങ്ങൾ ഒരിക്കലും തന്നെ പടിചാരി സംസാരിക്കുന്നവരാവരുത്, കോപിക്കുന്നവരാവരുത്. വലാ തഹസദൂ, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ മേൽ അസൂയ വെക്കരുത്. വലാ തദാബറൂ, നിങ്ങൾ പരസ്പരം സാഹോദര്യത്തോടെ വർത്തിക്കുകയല്ലാതെ മറ്റൊരാളുടെ ബന്ധങ്ങൾ മുറിച്ചു കളയാനുള്ള ശ്രമം നടത്തരുത്. വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, നിങ്ങൾ ഏകോദര സഹോദരങ്ങളായി കഴിയണേ എന്ന് മുഹമ്മദുൽ മുസ്തഫ തങ്ങൾ എന്നിട്ട് പറയാണ്, വലാ യഹില്ലു ലിമുസ്ലിമിൻ അയ്യഹ്ജുറ അഖാഹു ഫൗക സലാസതി ലയാൽ, ഫൗക സലാസി ലയാൽ, 3 ദിവസത്തിലധികം ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനോട് മിണ്ടാതിരിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എത്ര ദിവസമാണ് നമ്മൾ പിണങ്ങളി എന്ന് ആലോചിക്കണം. പിണങ്ങി നിൽക്കാൻ പാടില്ല. പിണങ്ങി നിന്നാൽ അല്ലാഹുവിന്റെ കോപമുണ്ടാകും. അല്ലാഹുവിന്റെ കോപമുണ്ടാകും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഒരുപാട് നട്ടങ്ങൾ നമുക്കുണ്ടാകും. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് പിണങ്ങി നിന്നാൽ ഓരോ ആഴ്ചയിലും 2 തവണയാണ് നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുക എന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൗമൽ ഇസ്നൈൻ വ യൗമൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസം 2 ദിവസവും പ്രദർശിപ്പിക്കുന്ന അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ ഇല്ലാ അബ്ദൻ ബൈനഹു വ ബൈന അഖീഹി ശഹനാ. പിണങ്ങി നിൽക്കുന്ന ആളുകൾ ആരുണ്ട്, അവരുടെ ലിസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നോക്കുന്നില്ല, അത് മാറ്റി വെച്ചോ എന്ന് പറയും. അവരുടെ ലിസ്റ്റ് എടുക്കേണ്ടതില്ല. ഹത്താ യഫീഹ, അവർ പരസ്പരം സ്നേഹിതന്മാരായി പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് നന്നാകുന്നത് വരെ അവരുടെ ലിസ്റ്റിലേക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു തആല തിരിഞ്ഞു നോക്കുകയില്ല, അത് പരിഗണിക്കുകയില്ല എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അവസരത്തിലാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിലോ തങ്ങൾ പറയാണ്, ഫമൻ ഹജറ ഫൗക തലാസത്തിൻ ഫമാ തദഖല അന്നാർ, അവൻ നരകത്തിലാണെന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു വിധത്തിലും പിണങ്ങി നിൽക്കരുത്. എന്തെങ്കിലുമൊക്കെ ചില അസ്വാരസ്യങ്ങളോ വാക്കുവർത്തമാനങ്ങളോ ആരുടെ പക്കെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർന്നു കഴിഞ്ഞു വേഗം സലാം പറഞ്ഞ് അതെല്ലാം നല്ല നിലയിലേക്ക് കൊണ്ടുവന്ന് ഐക്യത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ പോയെങ്കിലേ നമുക്കെല്ലാവർക്കും നമ്മുടെ മഹല്ലിലും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും സ്വസ്ഥതയോടെ നല്ല ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ.